ഹലോ ഗായ്സ്, ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കണ ചോറും കറികളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് എടുത്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ ചോറ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തു. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഇന്ന് മീനും ആണ് വാങ്ങിച്ചത്. മീൻ ചാളയും അയിലയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതെടുത്ത് ചട്ടിയിലേക്ക് കിട്ടി കഴിഞ്ഞപ്പോഴേക്കും ചോറ് തിളച്ചായിരുന്നു. അപ്പോൾ അതിനെടുത്ത് റൈസ് കുക്കറിലേക്ക് വെച്ചു. ഇനി അതവിടെ ഇരുന്ന് വേവട്ടെ. അതിനുശേഷം മീനൊക്കെ ഒന്ന് നന്നാക്കി കൊണ്ടുവന്നു. എന്നിട്ടൊന്ന് സെപ്പറേറ്റ് ആക്കി എടുത്തു കേട്ടോ. അയലേനെ ചാളേനെ ഒന്ന് മാറ്റി മാറ്റി വെച്ചു. അപ്പോൾ അയല വറക്കാനും ചാള മുളകിട്ട് കറി വെക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കണേ. അതിന് വേണ്ടിയിട്ട് അയല ഒന്നെല്ലാം എടുത്ത് വരയിട്ട് കൊടുത്തു. ഇനി ചാള മുളകിടുന്നതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആദ്യമേ ഈ അയല ഇങ്ങനെ വരയിട്ടതിന് ശേഷം അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വെളിച്ചെണ്ണയും. അപ്പം ഞാൻ ഈ അയല പൊരിക്കണതിനകത്ത് ഒരിത്തിരി മല്ലിപ്പൊടി ചേർത്തിട്ടാണ് കേട്ടോ മസാല തയ്യാറാക്കണത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി അങ്ങനെ ആരും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് മസാല തേക്കുന്ന സമയത്ത് ഇത്തിരി മല്ലിപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നോക്കണം കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അയലയ്ക്ക് മാത്രം. അങ്ങനെ എല്ലാം കൂടി മുളക് വറ്റി അവിടെ വെച്ചു. അപ്പോൾ അതൊന്ന് ഉപ്പും പുളിയൊക്കെ പിടിച്ചു വന്ന സമയം കൊണ്ട് നമുക്ക് മീൻകറി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ ഇട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നന്നാക്കി വെച്ചിട്ടുള്ള കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളകും പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ അതിൻ്റെ പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഇനി തക്കാളിയും കൂടി നന്നായിട്ട് ഇതേപോലെ വാടി വന്നു കഴിയുമ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സി ജാറിലിട്ട് അരച്ചെടുക്കണം. പിന്നീട് അരപ്പ് ജാറൊക്കെ ഒന്ന് കഴുകി വെള്ളമൊക്കെ പാകത്തിനാക്കിയതിന് ശേഷം അതിലേക്ക് പുളിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അരപ്പ് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ മീൻ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് മീൻ അധികം ഒന്നും ഉടഞ്ഞു പോകാതെ പതുക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിച്ച് വെണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി തൂളി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള കുഞ്ഞമ്മത്തി മുളകിട്ട കറി റെഡിയാക്കിയെടുക്കാം. പിന്നെ ചെയ്തത് ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള കായയും പയറും കൂടി ഒന്ന് താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇത്തിരി വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉള്ളിയും വറ്റൽമുളകും കൂടി വഴറ്റിയെടുക്കണം. ചതച്ചതിട്ട് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ വഴന്ന് വരുമ്പോൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള അച്ചിങ്ങയും കായയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ വെന്ത് കുഴഞ്ഞു പോകരുത്, നല്ലപോലെ ഒന്ന് വിട്ട് നിൽക്കണം. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയി കഴിയുമ്പോൾ അത് ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീൻ വറുക്കാനിട്ട് കൊടുക്കാം. ഇനി അത് വറുത്ത് എടുക്കുന്ന സമയം കൊണ്ട് കുറച്ച് കുക്കുംബർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം സാലഡിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുക്കുംബറും കൂടി കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം അപ്പോൾ കുക്കുംബർ ഒരെണ്ണം തെറിച്ച് പോയിട്ട് അതിനാണ് ഞാൻ എടുത്തു വെച്ചത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. പിന്നീട് വീണ്ടും മീനൊക്കെ ഒന്ന് മറിച്ചിട്ട് അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് മീൻ പൊരിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ മീൻ കറിയും കായയും പയറും കൂടി ഉപ്പേരിയും മീൻ പൊരിച്ചതും സാലഡും എല്ലാം റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ ചോറ് കഴിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു. അതിനുശേഷം ചോറെടുത്തു. ചോറ് വിളമ്പിയതിന് ശേഷം അതിലേക്ക് ഉപ്പേരി വെച്ച് കൊടുത്തു. പിന്നെ മീൻ വറുത്തതും വെച്ചു, സാലഡും വെച്ചു. ഇനി നമ്മുടെ അടിപൊളിയായിട്ടുള്ള കുഞ്ഞമ്മത്തി മുളകിട്ട കറിയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം നല്ല ടേസ്റ്റിയുള്ള കറികളാണ് എല്ലാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതേപോലെയുള്ള പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബായ്.